അങ്ങനെ ദൃശ്യം 3 മൂവി കണ്ടു. എന്താ പറയുക, പടം ഒരു രക്ഷയില്ല, വേറെ ലെവല്. 1-ന്റെയും 2-ന്റെയൊക്കെ മേലെ നിൽക്കും ജാതി പടം. ഇങ്ങനെയൊക്കെ പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ആസ് എ മോഹൻലാൽ ഫാൻ അല്ലെങ്കിൽ ദൃശ്യം ഫ്രാഞ്ചൈസ് ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ നല്ല പ്രതീക്ഷയിലാണ് പടം കാണാൻ പോയത്. എന്ന് വെച്ച് കണ്ട യൂട്യൂബ് റിവ്യൂസ് ഒന്നും നോക്കിയിട്ടല്ല ഞാൻ പടത്തിന് പോയത്. എന്നാലും 1-ഉം 2-ഉം കണ്ടതിൻ്റെതായ ഒരു എക്സ്പെക്റ്റേഷൻ നോർമലി ഉണ്ടാവും. അപ്പോൾ എന്തായാലും 1-നും 2-നും മേളിൽ അല്ലെങ്കിൽ 1-നും 2-നും ഒപ്പം എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ഇത് ഒപ്പമെന്നല്ല, അതിൻ്റെ കൂടെ പോലും ചേർക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ 1-നും 2-ൻ്റെയും വില കളഞ്ഞു എന്ന് തന്നെ പറയാം. എനിക്ക് ഒട്ടും വർക്കായില്ല, എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ചിലപ്പോൾ നിങ്ങളുടെ അഭിപ്രായം മറ്റൊന്നാവാം. അതുകൊണ്ട് എൻ്റെ റിവ്യൂ കേട്ടിട്ട് നിങ്ങൾ മൂവി കാണാൻ പോകരുതെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. പടത്തിൽ ഒരുപാട് ട്വിസ്റ്റ് ടൈംസ് അല്ലെങ്കിൽ ഈ പറയുന്ന ത്രില്ലിങ് മൊമെൻറ്റ്സ് ഒക്കെ വളരെ കുറവാണെന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഒരു ലാഗായിട്ടാണ് പോകുന്നതെങ്കിലും ഇൻ്റർവെല്ലിൽ കൊണ്ട് നിർത്തുന്നത് നല്ലൊരു ഹൈയിലാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ് ഇൻ്റർവെല്ലിൽ കൊണ്ട് തരുന്നത്. അപ്പോൾ അതിനുശേഷം പടം വലിയ ഒരു ഹൈയിലേക്ക് പോവും. പലരും പറയുന്ന കേട്ടു ലാസ്റ്റത്തെ 30 മിനിറ്റ്സ് ഭയങ്കര അടിപൊളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ എനിക്കെന്തോ മേ ബി ചിലപ്പോൾ എൻ്റെ മാത്രം പ്രശ്നമായിരിക്കാം, എനിക്കെന്തോ അത്രയ്ക്ക് വർക്കായില്ല. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ ലാലേട്ടനും മകളും തമ്മിലുള്ളൊരു സീനുണ്ട്. ഞാൻ എന്താണെന്ന് പറഞ്ഞത് സ്പോയിലർ ആക്കുന്നില്ല. ആ ഒരു ഒറ്റ സീനിൽ, ആ സീനിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല, ക്ലൈമാക്സിൽ ഒരു ഏറ്റവും വലിയൊരു ട്വിസ്റ്റാണ് സംഭവം. പക്ഷേ അത് കാണുമ്പോൾ എത്ര പേർക്ക് അത് ഡൈജസ്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ ഒരു 70% ആൾക്കാർക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 30% ആൾക്കാർ അതിന് ഒപ്പോസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ എനിക്കറിയില്ല, ഫാമിലി ഓഡിയൻസ് ആണെങ്കിലും എല്ലായിടത്തും ഭയങ്കരമായുള്ള പോസിറ്റീവ് റിവ്യൂസ് ആണ് കിട്ടുന്നത്. എനിക്കെന്തോ പടം കാണുമ്പോൾ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത് പോലെയാണ് തോന്നുന്നത്. ജിത്തു ജോസഫിൻ്റെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ലെവലിലോ എഴുത്തിൻ്റെ ലെവലിലേക്കോ പടം വന്നിട്ടില്ല. നോർമലി പുള്ളിയുടെ എഴുത്താണ് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ ഈ പടത്തിൽ എന്തോ അവർ ബിസിനസ്സിന് വേണ്ടി എന്തോ തട്ടിക്കൂട്ടി എടുത്തൊരു സിനിമ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ തുടക്കം തൊട്ടേ കുറച്ച് സീരിയൽ അല്ലെങ്കിൽ കുറച്ചൊരു ലാഗായിട്ടുള്ള രീതിയിലാണ് പടം പോകുന്നത്. നമ്മളപ്പോൾ സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യും. ഇവരിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും 1-ഉം 2-ആയിട്ട് കമ്പയർ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ ആ പടം കണ്ട് പടം നിർത്തി വെച്ചേക്കുന്ന ഒരു പ്രതീക്ഷയിലാണ്. എന്തിന് ഇവർ 3 എടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ 2 കൊണ്ട് നിർത്തുന്നത് തന്നെ, ദൃശ്യം 2 നിർത്തുന്നത് തന്നെ നമ്മളുടെ അടുത്ത വരവിനെ പ്രതിരോധിക്കാനായിട്ട് ജോർജ് കുട്ടി എന്തെങ്കിലും ചെയ്യും എന്നുള്ള സംഭവത്തിലാണ് പടം നിൽക്കുന്നത്. അപ്പോൾ തേർഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും സാധനം കൊണ്ടുവന്നോ വേണം പടം ചെയ്യാൻ. ഇപ്പോൾ വരുൺ എന്ന് പറഞ്ഞ ആളെ മോഹൻലാൽ തട്ടി, പുള്ളി അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു, അല്ലെങ്കിൽ പുള്ളിയുടെ അസ്ഥിയും കാര്യങ്ങളും എല്ലാം ആസിഡ് ഒഴിച്ച് കളഞ്ഞു എന്നുള്ള കാര്യം പോലീസിനടക്കം എല്ലാവർക്കും അറിയാമെന്ന് ഈ പടത്തിലും പറയുന്നുണ്ട്. അപ്പം അതിനുശേഷം ഒരു കണ്ടിന്യൂവേഷൻ വരുമ്പോഴത്തേക്ക് അത് 1-നും 2-നും മുകളിൽ പോയില്ലെങ്കിലും ഒപ്പമെങ്കിലും നിൽക്കണം. ഇത് ഫസ്റ്റ് ഹാഫിൽ ചുമ്മാ കുറച്ച് ആർട്സിൻ്റെ പരസ്യം പോലെയും കല്യാണിൻ്റെയും അതുപോലെ ഏതോ ഒരു റിസോർട്ടിൻ്റെയും അവർ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഏതോ ഒരു ഷോപ്പിൻ്റെയൊക്കെ ആഡ് പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം ഫീൽ ചെയ്തത്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ലാസ്റ്റത്തെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. പക്ഷെ അത് എത്ര പേർക്ക് ഡൈജസ്റ്റ് ആവും അല്ലെ എത്ര പേർക്ക് അത് ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല. കാരണം എനിക്കത് ഒട്ടും വർക്കായില്ല. ഇപ്പം നമ്മൾ 1-ൽ കാണുന്ന ജോർജ് കുട്ടി അല്ല 2-ലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ആ പുള്ളിയുടെ ഒരു ബ്രില്യൻസ്, പുള്ളി അത് കവർ ചെയ്യാൻ എടുക്കുന്ന ഒരു എഫേർട്ടും അല്ലെങ്കിൽ ആ ബാഗ് എടുത്തുകൊണ്ട് ജോർജ് കുട്ടി പോയി കഴിഞ്ഞിട്ടുള്ള സീൻസ് എല്ലാം വരുന്നത് ഭയങ്കര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പോകുന്നു, ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സ്, ഭയങ്കര സസ്പെൻസ്. അപ്പോൾ നല്ലൊരു ക്ലോഷർ ദൃശ്യം 2-ൽ തന്നെ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നിർത്തിയിരുന്നെങ്കിൽ ഇതിലും ബെറ്റർ ആയിരുന്നെന്ന് തോന്നി. അല്ലെങ്കിൽ പിന്നെ ദൃശ്യം 1-നും 2-നും മുകളിൽ നിൽക്കുന്നൊരു സ്ക്രിപ്റ്റ് ആയിരിക്കണം ഈ പടത്തിൻ്റേത്. അതങ്ങനെയല്ല. ഇത് എനിക്ക് പേഴ്സണലി തോന്നിയത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു പടം പോലെയാണ്. ഭയങ്കരമായുള്ള ത്രില്ലിംഗ് മൊമെൻറ്റ്സോ അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്ന നമ്മളെ പിടിച്ചിരുത്തുന്ന യാതൊന്നും ഈ പടത്തിലില്ല. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ പോലെയാണ് എനിക്ക് ദൃശ്യം മൂവി കണ്ടപ്പോൾ തോന്നിയത്. ക്ലൈമാക്സിലെ മെയിൻ ട്വിസ്റ്റ് കണ്ടപ്പോൾ എല്ലാവരും ചിലർ കൈയടിക്കുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ 70% ആൾക്കാർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത്, എനിക്കത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തൊലി ഉരിയായിരുന്നു. കാരണം ജോർജ് കുട്ടി എന്ന് പറഞ്ഞാൽ പവർഫുള്ളായിട്ടൊരു ക്യാരക്ടർ. അവർ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, ജോർജ് കുട്ടി എന്ന് പറയുന്ന ആൾ തൻ്റെ കുടുംബത്തെ, തൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോവും, എന്തും ചെയ്യും എന്ന് പറയുമ്പോൾ ഇത്രയും തരം താഴുന്ന രീതിയിലേക്ക് അത് കാണിക്കണമായിരുന്നോ എന്ന് എനിക്ക് പേഴ്സണലി ഫീലായി. അല്ലെങ്കിൽ പിന്നെ അവർക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ സ്ക്രിപ്റ്റ് ആക്കാമായിരുന്നു. ഓക്കെ, ഇവർ സർപ്രൈസ് ആയിട്ട് ഒരാളെ കൊണ്ടുവരുന്നുണ്ട്, ഇൻ്റർവെല്ലിന് കൊണ്ടുവന്നിട്ട്, അപ്പോൾ പുള്ളിയിൽ കൂടെ ആ കഥ പോയിട്ട് പുള്ളി അവരുടെ കുടുംബത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലോ ടോർച്ചർ ചെയ്യുന്ന രീതിയിലോ കൊണ്ടുപോയിട്ട് നല്ലൊരു എൻഡ് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ ഫാർ ബെറ്റർ ആയിരുന്നേനെന്ന് തോന്നുന്നു. എന്തായാലും പടം ഭയങ്കര വലിയൊരു ഹിറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഡേ തന്നെ 50 crores ഒക്കെ കളക്ട് ചെയ്ത് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തിനകത്ത് തന്നെ 100 crore ക്ലബ്ബിൽ ഒക്കെ കയറുന്നുണ്ട്. നല്ല കാര്യം. ഞാനും ആസ് എ മോഹൻലാൽ ഫാൻ അല്ലെങ്കിൽ ദൃശ്യം ഫ്രാഞ്ചൈസി ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ നല്ല കാര്യം തന്നെയാണ്, സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ 1-ഉം 2-ഉം കമ്പയർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ 3 നോട്ട് അപ് ടു ദ മാർക്ക്. എന്തായാലും വിചാരിച്ച പോലെ വന്നിട്ടില്ല.
ഇനി 4ഉം വരുന്നെന്നാണ് അതിൻ്റെ ടെയിൽ എൻഡിൽ കാണിക്കുന്നത്. എന്തായാലും 3 പോലെയാണ് അവർ 4 ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യില്ല. അല്ലെങ്കിൽ 1നും 2നും ഈ 3ക്ക് മേളിൽ നിൽക്കുന്ന ഒരു സ്ക്രിപ്റ്റുമായിട്ട് വന്ന് നല്ല കിടുക്കനായിട്ട് പടം ചെയ്യാൻ സാധിക്കട്ടെ. അഥവാ അവർക്ക് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കിട്ടുന്നില്ലെങ്കിൽ 4 സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ദൃശ്യം 3 കണ്ട ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കട്ടെ, സത്യസന്ധമായി പറയണം, നിങ്ങളിൽ എത്ര പേർക്ക് പടം ഇഷ്ടമായി? അതുപോലെ മറ്റൊരു ചോദ്യം, ദൃശ്യം 1ഉം 2ഉം 3യും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിലേതാണ് ഏറ്റവും മികച്ചതായി നിങ്ങൾക്ക് തോന്നുന്നത്?